ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് സ്വാഗതം. നോ പ്രോബ്ലം ബ്രോ. ഇന്ന് തോൽക്കാളല്ലേ, അതിൻ്റെ സൂചനയാണ്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എൻ്റർടൈൻമെൻറ്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിൻ്റെ കിഴിയിലേക്ക് പോവാം. എവിടെ തെറ്റിയാലും വിഷയമല്ല. ഇതിൽ തുടക്കത്തിൽ തെറ്റരുതേ എന്നായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് പാളി കിട്ടിയ കേറി ഞാൻ അടിച്ച് നിരത്തിട്ടേ അതിൽ കയറി പിടിച്ചേരെ. സമ്മതിക്കൂല മോനെ. ഓക്കെ, അപ്പോൾ മത്സരം എന്താണ് പറയൂ. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിക്കോട്ടെ. ഓക്കെ. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഒന്ന് കിട്ടുന്നതോ? ഏത് വേണമെങ്കിലും കൊടുക്കാം. ബെസ്റ്റ് ഒന്ന് ആക്കാം അല്ലേ? ബെസ്റ്റ് ഒന്ന്, ഏറ്റവും ബെസ്റ്റ് ഒന്ന് കിട്ടുന്നത്. ഇത് ആകെ കച്ചറാവും. ഏതാ തീരുമാനിക്കാൻ കഴിയില്ല. ഹെഡ് എടുത്തോ, തുടങ്ങിക്കോ. ചെറുക്കൻ ആദ്യം ഒന്ന് ഹെഡറിയെങ്കിലും പിന്നെ ചെറുക്കൻ പേര് തുടങ്ങിയാലും അങ്ങനെയാണല്ലോ. ഓക്കെ. ഫഫ തൃപ്തി ദിമ്രി സിനിമ, ഹിന്ദി മൂവി. ഇംതിയാസ് അലി ഡയറക്ട് ചെയ്യുന്ന സിനിമ. സിനിമയുടെ പേര് ഇഡിയറ്റ്സ് ഓഫ് ഇസ്താംബുൾ. ശരി, അതൊരു കോമഡി ജോണറാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. സംഭവം ലവ് ആണ്. യെസ്, ഓക്കെ. ലവ് ആകണമല്ലോ. ലവ് ആണ്, അതായത് ഫഫയുടെ ആദ്യത്തെ ഹിന്ദി മൂവി. യെസ്. പാൻ ഇന്ത്യൻ ഉപേന്ദ്ര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഉപേന്ദ്ര തന്നെയാണ് ഇതിൽ നായകൻ. സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ റിലീസിനെത്തുന്നത് ഡിസംബർ 20 വേൾഡ് വൈഡായിട്ട് ഇത് തിയേറ്ററിലേക്ക് എത്തും. ഇതേ പോസ്റ്റർ ഒരു പ്രത്യേക ലോകമാണെന്നുള്ളതാണ് നമുക്കിതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. വാർണർ കണ്ടപ്പോൾ ട്രെയിലർ അല്ലല്ലോ, വാർണർ അല്ലല്ലോ. ഞാൻ വിചാരിച്ചു വാർണർ കണ്ടത് എവിടുന്ന് വാർണർ കണ്ടു. എനിക്കിപ്പോൾ ആരെങ്കിലും പറയണല്ലോ അല്ലേ, ഈ വാർണർ കണ്ടുകൊണ്ട് ഞാൻ ഭഗ്രാതിനെ കണ്ടിട്ട് പറയാനേ കുറച്ച് മുകളിൽ നിൽക്കണല്ലോ. പോണ്ടിങ്ങിനെ പിടിക്കാൻ ശരി, വെറുതെ പോണ്ടിങ് കാണാൻ പോയതില്ലേ, ഒറ്റ ഓട്ടം പോണ്ടിങ് മുന്നിലൂടെ. അടുത്തത് ധനുഷ് ഹോളിവുഡ് മൂവി. സിനിമയുടെ പേര് സ്ട്രീറ്റ് ഫൈറ്റർ എന്നായിരിക്കും എന്നാണ് കേൾക്കുന്നത്. പിന്നല്ലാണ്ട് അത് ഞാൻ പറഞ്ഞു തരൂല. അത് അല്ല, ഉണ്ട്. അത് കുറച്ച് കൂടിയ റേഞ്ച് ചെയ്യുമോ അതിലേക്ക് വേണം. ഈ നമ്മുടെ ഇതിനകത്തൊക്കെ പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്താ പറയാ, തലതൊട്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഈ പേരുകളൊക്കെ കൊണ്ടുവരിക. അതാ ഞാൻ പറഞ്ഞ. അത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് റേഞ്ച് കേറിപ്പോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, താത്തിയിട്ടാ മതി എപ്പോഴും. താത്തിയിട്ടാ മതി എപ്പോഴും. പറഞ്ഞു തീർന്നില്ലേ? സ്ട്രീറ്റ് ഫൈറ്റർ സിനിമയില് സിഡ്നി സ്വീനെ ആണ് നായികയായിട്ട് വരുന്നത്. 2026 സിനിമ റിലീസിനെത്തും. ധനുഷ് ഇവിടെ നല്ല പരിപാടിട്ടാ, വേറെ റേഞ്ചിലാണ്. അങ്ങോട്ട് കൊടുത്താലേ. ഓക്കെ, അടുത്ത കിഴി ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. സിനിമയുടെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. അത് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ശരിക്കും ബാക്കപ്പ് ആയി. അതിന്റെ സ്റ്റില്ല് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതെ, കുറച്ച് ലൊക്കേഷൻ സ്റ്റിൽസ് അടിപൊളി നല്ല കിടിലൻ ലുക്കിൽ നമുക്ക് അങ്ങനെ ഇറങ്ങി വരുന്നത് അല്ലേ? സിനിമ റിലീസിനെത്തുന്നത് എന്നാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. പുതിയ ഏതെങ്കിലും ഡേറ്റ് പറയാനുണ്ടോ? എന്താ സംശയം? ഇല്ലല്ല, ഞാൻ പറയാനുണ്ടോന്നോ? ഇപ്പൊ കൊടുത്തേനെ ഞാൻ. അത് 30 മുൻപ്, 20 മുൻപ്, 10 മുൻപ്, 30 മുന്നേ. അതിപ്പോ ആർക്കും പറയാം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്നാ വേണ്ട വിട്. 25 മുന്നേ, ജനുവരി 25 മുന്നേ. എന്നാ ജനുവരി 25 ഉള്ളില്. തെറ്റി അല്ല പിന്നെ തെറ്റിയാണ് നോക്കാം നമുക്ക്. അടുത്തത് ഇത് ഞാൻ തുറന്നായിരുന്നു കേട്ടോ. റോബിൻ ഹുഡ്. ഡേറ്റ് മാറ്റിട്ടോ, പിന്നെ മാറ്റിയോ? എന്തുണ്ടേ ഇത് മാറ്റി കളിച്ചോണ്ടിരിക്കുക. റോബിൻ ഹുഡ് സിനിമയുടെ സെക്കൻഡ് സിംഗിള് ഇന്നലെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം വന്നിട്ടില്ല. പുതിയൊരു ഡേറ്റ് അനൗൺസ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. പറ്റിച്ചു, മുല്ലയില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, നല്ല പ്രതീക്ഷയിലിരിക്കുന്നു.
ബറോസ് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. ദേ അതിൻ്റെ സ്പെഷ്യൽ പോസ്റ്റർ. ഓക്കെ, അടുത്തത് ഇപ്പം മോള് നിൽക്കുന്ന ഞാൻ തന്നെയാണല്ലോ അല്ലേ? ധനുഷിൻ്റെ ഹോളിവുഡ് മൂവി ഇരിക്കട്ടെ. അതന്നെ അതൊരു ഉറപ്പില്ലാത്ത അതെന്താ ഒരു ഉറപ്പില്ലാത്ത ഇരുത്തം എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എന്നാൽ ഇതോടുകൂടി അങ്ങ് ഉറപ്പിക്കും ഞാൻ. 28 years later. തോറ്റോ സിനിമയുടെ അഹങ്കാരം കാണിക്കാൻ പാടില്ല. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്റെ പൊന്നടാ, അത് കണ്ടിട്ട് ഞെട്ടിത്തരിച്ചു. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാന്ന് പറഞ്ഞാൽ അൺസൈക്കബിൾ ആട്ടോ. നമ്മൾ ശരിക്കും പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മുൻപ് പലരും പക്ഷെ ഇങ്ങനെ ഇത് കൊടൂര സാധനം എല്ലിന്റെ മുകളിൽ തൊലി മാത്രമായി അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ അവസ്ഥ. ആ അവസ്ഥ ഒരു ഇറച്ചി കഷ്ണമില്ല. എങ്ങനെയല്ലേ ആളിത് നിയന്ത്രിച്ചിട്ടുണ്ടാവുക? അതായത് ശരീരത്തെ എങ്ങനെ മരിച്ചൂല. ഞാൻ അത് ആലോചിക്കണം. ഇമാരി ഇതിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാല് എങ്ങനെ അഭിനയിക്കുക ഈ ഒരു ലെവലിലെത്തിയിട്ട്? എണീപ്പിച്ച് ഇങ്ങനെ അടിയിൽ ആരെങ്കിലും താങ്ങി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെയൊക്കെ കണ്ടാവുള്ളൂ. അല്ലാണ്ട് എങ്ങനെ ഇത് എണീറ്റ് നിൽക്കാൻ പറ്റുമോ? ഭയങ്കരം. ഇത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ നമുക്ക് കണ്ടപ്പോ. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വന്നു, പിന്നെ ഇതിന്റെ ട്രailer വന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ ടൈറ്റിൽ ലുക്ക് വന്നിട്ടുണ്ട്. ഡേറ്റ് 20/6/2025. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 20 എന്തായാലും ഡാനി ബോയിലെയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. കിലിയൻ മർഫി ആളാണെന്ന് ആളുടെ ഒരു ഫോട്ടോയും ഈ ഫസ്റ്റ് ലുക്കോടെ എടുത്ത് വെക്കുന്നത്. താരടാന്ന് ചോദിക്കൂ. സത്യം. കഴിഞ്ഞ ഓസ്കാർ വിന്നറാണ്. ഓസ്കാർ വിന്നറാണ്. ഇനി അടുത്തതും അവർക്ക് തന്നെ കഴിഞ്ഞ്. ഇനിയിപ്പോ നോക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ആള് തന്നെ 2026 ഓസ്കാർ അവര് കൊണ്ടുപോകും. അതിങ്ങനെ ഡെഡിക്കേഷൻ ഇങ്ങനെ ഇട്ടതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അത് നല്ല സിനിമയാവും എന്നുള്ളതാണ് പ്രതീക്ഷ. ഡയറക്ടറും അക്കാദമി വിന്നറാണ്. പിന്നെ ഇതൊരു സീരിയസ് ആയിട്ട് വരുന്ന സംഭവമാണ്. 28 days later, പിന്നെ 28 weeks later, ഇപ്പം 28 years later. അങ്ങനെ മൂന്നാമത്തെ സിനിമയാണ് ഇതിൽ വരുന്നത്, ഈ സീരീസിൽ വരുന്നത്. കാത്തിരിക്കാം, ഒരു ഗംഭീര സാധനമായിരിക്കും. ഓക്കെ, അടുത്ത കിഴി മാർട്ടിൻ പ്രഗാട്ട് ദുൽഖർ മൂവി. ചാർലി എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ റൂമേഴ്സ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, എന്റെ 5 കിഴി നീ എടുത്തു. ഞാൻ ഇനി ഇതിന്റെ മുകളിൽ ഞാൻ പണിയെടുക്കട്ടാ. ജയിച്ചു നേരിട്ടേ ജയം വേണം, അതിന്റെ അപമാനം ഞാൻ താങ്ങണം, പണിയെടുക്കണോ? അതിനടിയിൽ കൂടെ അല്ല, ഇനി അങ്ങനെ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവരണം. ജയിക്കുന്ന ആൾക്കാർ പിന്നെ കിഴിയെടുക്കണ്ട. അതെന്താ ഇതിന്റെ മുകളിലേക്ക് വേറെ സിനിമ വരില്ലേ? ഇതിന്റെ മുകളിലേക്ക് എനിക്ക് തോന്നുന്നില്ല. ഈ എഴുതിയിട്ട സ്ഥിതിക്ക് ഇന്നത്തെ കിഴിയിൽ എന്തായാലും ഇതിന്റെ മുകളിലേക്ക് വേറെ ഉണ്ടാവില്ല. നാളെ വേണമെങ്കിൽ നോക്കിക്ക, നീ ഒന്ന് കയറ്റി പിടിക്കാൻ പറ്റുമോ? ഇന്നത്തെ കിഴിയിലുള്ളത് പിന്നല്ലാണ്ട് ഇന്നത്തെ കിഴിയിലെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ഇന്ന് കിഴി ജയിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു മാസത്തേക്ക് മൊത്തം ഞാൻ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കില്ലല്ലോ. ദളപതി സിനിമയുടെ റീ റിലീസാണ് നാളെ. അതായത് തലൈവറുടെ ബർത്ത്ഡേ ആണ്. കേരളത്തിൽ 60 സ്ക്രീനിൽ സിനിമ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. 33 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അല്ലേ? മണിരത്നത്തിൻ്റെ ഒരു ക്ലാസിക് മൂവിയാണ്. കർണനായിട്ട് നമ്മുടെ രജനികാന്തും ദുര്യോധനായിട്ട് മമ്മൂക്കയും നിറഞ്ഞാടിയ സിനിമ ദളപതി വീണ്ടും വരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഒന്ന് പോയി കാണായിരുന്നു കേട്ടോ തിയേറ്ററിൽ. സത്യം കേട്ടോ കാണായിരുന്നല്ലേ? നമ്മൾ കണ്ടിട്ടില്ലല്ലോടാ ഇതൊന്നും തിയേറ്ററിൽ. നീ കണ്ടിട്ടുണ്ടോ? നീ കാണേണ്ടതാണല്ലോ. ഞാൻ ജനിച്ചിട്ടില്ല. സത്യം സത്യം എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പാടില്ല, പിന്നെ മാറ്റി പറയാൻ പാടില്ല. നീ കള്ളനാണ് കരുതു നാട്ടുകാര്. അതെ, എനിക്ക് പറയാനൊരു കാര്യം ഇങ്ങനെ നാവില് ഞാൻ കുറച്ച് നേരമായിട്ട് വെച്ചോണ്ടിരിക്കുന്നു. അതിൽ പുഷ്പുണ്ടെങ്കിൽ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് കേട്ടോ. അതും ഏറ്റവും വലുതായി വരും. ഇപ്പോൾ ഹോളിവുഡ് വലിയ പ്രതീക്ഷയുള്ള സിനിമകൾ ഡേറ്റ് മാറ്റി വെച്ചു പുഷ്പനെ പേടിച്ചിട്ട്, അതറിയോ? അപ്പൊ നമ്മുടെ ഇടയിലും പുഷ്പ ഉണ്ടെങ്കിൽ ഇനം ഉണ്ട്. ഇന്നത്തെ കിഴിയില് എന്തായാലും പുഷ്പ ഇല്ല. ഇന്നത്തെ കിഴിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്പെഷ്യലി നാളത്തെ ഓക്കെ. എന്തുപടി ഇത്
ആവശ്യമില്ലാത്ത സാധനം കുത്തി പൊക്കിക്കൊണ്ട് വരുവാണല്ലോ. അല്ല അത് മാത്രല്ല, അത് നിനക്ക് തന്നെ കിട്ടിയ അങ്ങനെ ഉണ്ടാവും. അതിന് നല്ലത് തന്നെ മതി. വിലായത്ത് ബുദ്ധ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. സെറ്റിൽ നമ്മുടെ പൃഥ്വിരാജ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇതേ ഇടുക്കിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഇടുക്കീനെ അങ്ങ് നമുക്കറിയാലോ, മഹേഷിന്റെ പ്രതികാരത്തിലെ സോങ്. അത് ആ സോങ് ആയിട്ട് കൊടുത്തുള്ളത്. അതൊരു 1.5 സോങ്ങുമാണ്. ഒരു ഭയങ്കര ഒരു ഫീലാ അത് കേൾക്കുമ്പോൾ. എന്താണെങ്കിലും ആ ഇടുക്കിയിലെ ചന്ദനക്കള്ളനാണ്. ഇരട്ട ചങ്കൊല്ല ഒന്നുമില്ലടാ, നീ പറഞ്ഞ അയാളുടെ പേരെന്താ? ഇരട്ട മോഹൻ. അല്ല, ഡബിൾ മോഹൻ. മലയാളീകരിച്ചു. നൈസായിട്ട് രക്ഷപ്പെട്ട് എസ്കേപ്പ്. ഓക്കെ, അടുത്ത കിഴി എടുത്തോ. പണിയെടുക്കാൻ എന്തോ ഒരു മടി വന്നിട്ടുണ്ട് ജയിച്ചപ്പോ. എന്താന്നറിയില്ല, രണ്ട് ഹോളിവുഡ് സിനിമ. എനിക്കും ആവേശം പോയിട്ടുണ്ട്. അതൊന്നും കിട്ടാഞ്ഞിട്ടാ ഓടി തുടങ്ങിയപ്പോഴേക്കും തോറ്റ്. അടുത്തത് മാർക്കോ സിനിമേന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പോസ്റ്ററും ഇവര് ഇന്നലെ റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട്. അല്ലാണ്ട് ഒഫീഷ്യൽ ഒരു സെൻസറിങ്ങിന്റെ സാധനം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇത് സർട്ടിഫിക്കറ്റ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ തീരുമാനിച്ചു വെച്ചതാണ്. ഇവര് ചോദിച്ചു ഒരു കുഞ്ഞ്, അതുകൊണ്ട് കുഞ്ഞായിട്ട് കൊടുത്തുള്ളത്. ഇങ്ങനെ ടീമിനെ എവിടെയും കണ്ടിട്ടുണ്ടോ? എക്ക് വേണ്ടി കരയുന്നൊരു ടീം. അപ്പോൾ സെൻസർ ബോർഡ് ടീം ഞാൻ കണ്ടിട്ടുണ്ട് എക്ക് വേണ്ടി കരയുന്ന ആൾക്കാരൊക്കെ. അതാരാണ്? ഏത് തെണ്ടികളാണ്? ഓക്കെ, അടുത്ത കിഴി സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോൾ ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. 10 ദിവസത്തെ ഷെഡ്യൂള് ആളോട് ചോദിച്ചിട്ടുണ്ട്. ദിലീപിന്റെ തിരിച്ചുവരവ് ബബ്ബയിലുണ്ടാവോ? എന്താ മോനെ, 10 ദിവസമല്ലേ, ഞാൻ തരാന്ന് പറയും. അനിയാ നിനക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ രക്ഷപ്പെടുന്നത്. അപ്പോൾ ദിലീപ് ചേട്ടനെ കൂടി രക്ഷപ്പെട്ട കൂടെ നൈസായിട്ടല്ലേ. ചേട്ടൻ രക്ഷപ്പെടാനുള്ള സാധനം ചേട്ടൻ്റെ കയ്യിലും ഉണ്ടെന്ന് പറയും. എമ്പുരാൻ. ഇന്നത്തെ ദിവസം ഇന്നെന്താ ദിവസം? ഞാൻ നിന്നെ തുടക്കത്തിൽ അപമാനിച്ചു. അതാണ് അപമാനം. ഇൻസൾട്ട് ആണ് മുരളി. വലിയ ഇൻവെസ്റ്റ്മെന്റ്. എന്താണെങ്കിലും എമ്പുരാൻ സിനിമയുടെ ടീസർ ഡിസംബർ 25-ാം തീയതി ബാറോസിന്റെ കൂടെ തിയേറ്ററിൽ കാണിക്കും എന്നുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട്. സത്യമാണോന്ന് അറിയില്ല. അങ്ങനെ 25-ാം തീയതി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ടീസർ വരണ്ടേ? അല്ലെങ്കിൽ 25-ാം തീയതി റിലീസ് ആവും, എന്നിട്ട് 26-ാം തീയതി കാണിക്കും. പക്ഷെ ഇതിന്റെ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് ജനുവരി 1-ന് ടീസർ പുറത്തു വിടുന്നുണ്ടായിരുന്നത്. അതിന് ഇനി അതുപോലത്തെ റൂമർ ആയിരിക്കും ഇതും. അതാണ് ഇത് കുറച്ച് ടീംസ് ഉണ്ടല്ലോ ഈ പൊലിപ്പിച്ച് പറയാം, എന്നെ പോലെയുള്ള അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ കുറച്ച് നേരത്തെ എടുത്തിട്ടതായിരിക്കും ലാലേട്ടന്റെ സിനിമേന്റെ കൂടെ തന്നെ. അതെ, എന്തായാലും നോക്കാം നമുക്ക്. ടീസർ വരുമോ ഇല്ലയോ എന്നുള്ള അറിയാലോ. ടീസറിൽ എവിടെയെങ്കിലും ഡോൺലിയുടെ ഒരു പേര് ആരെങ്കിലും ഒന്ന് പറയണേ. എടാ എന്തിനാണ് നീ ഇപ്പൊ ഇതിനകത്ത് അത് പറഞ്ഞത്? ഒരു രസടാ, സിനിമയിൽ എന്തായാലും വേണം. ഞാൻ ജയിച്ചിരിക്കുമായിരുന്നു ഇപ്പൊ താന്ന് ഞാൻ. ഇന്നലെ കൂടി ഇൻസ്റ്റയിൽ ഒരുത്ത മെസ്സേജ് അയച്ചതേ ഉള്ളൂ, ചേട്ടാ കണ്ടില്ലെങ്കിൽ ഇത് സീരിയസ് ആയി പോവാണെന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ വെക്കേണ്ടി വരും തോന്നുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ തരുമോ? എന്നെ ആര് പ്രൊട്ടക്ട് ചെയ്ത് നോക്കിയത്? അയ്യോ ഡോളിയുടെ കാര്യത്തിലേ. ഓക്കെ, അടുത്ത കിഴി ബെൻസ് LCU മൂവി. ഷോ വലുതായിരുന്നു കുറച്ച് നേരം മുന്നേ വരണമായിരുന്നു, എന്നാ ഒന്ന് സന്തോഷിക്കുകയും ചെയ്യായിരുന്നു. ഓക്കെ, LCU മൂവിയിൽ, അതായത് LCU മൂവിയാണല്ലോ ബെൻസ് മൂവിയിൽ വില്ലനായിട്ട് നമ്മുടെ മാധവനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. സിനിമയുടെ ഷൂട്ട് ഉടനടി തുടങ്ങും എന്നുള്ളത്
പുതിയ റിപ്പോർട്ടാണ്. ചർച്ചകളൊക്കെ നടന്നു എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. അവരുടെ ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർ ഒഫീഷ്യലി അല്ല വിട്ടേക്കുന്നത്. അതാണ് ഒരു വിഷയം. സംഭവിക്കോ എന്നുള്ളത് കണ്ടറിയാം. സംഭവിച്ചാൽ ഒരു 1.5 വില്ലനായിരിക്കും. സംഭവിച്ചാൽ ലോറൻസിന്റെ വില്ലന്റെ മാത്രമല്ല, LCU യൂണിവേഴ്സിലേക്ക് മാധവനും കൂടി എൻട്രി ആകുവാണ്. അറിയാലോ ഏത് ലെവലെത്തുന്നു. അടുത്തത് അഖണ്ഡ 2. എല്ലാം ഒരു രക്ഷയില്ല. ഏറ്റവും ഫസ്റ്റ് അഖണ്ഡ 2. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ അടുത്ത് സിനിമ കണ്ടു വെച്ച് അഖണ്ഡയൊക്കെ എന്ത് നല്ല സിനിമയാണെന്നറിയോ. സത്യമായിട്ട് പറഞ്ഞു. പുഷ്പ 2 ഒക്കെ വെച്ച് നോക്കി. ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ അറിയാലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ കരയും. എന്താണെങ്കിലും ബാലകൃഷ്ണ, നന്ദമൂരി ബാലകൃഷ്ണ ഇന്ന് ജോയിൻ ചെയ്യുന്നു. നന്ദമൂരി ബാലകൃഷ്ണ എന്ന് പറഞ്ഞ അതല്ലേ പറഞ്ഞ, അത് കേട്ടില്ല. ഇതാണ് നല്ലത് പറയുമ്പോ കാര്യമില്ല. നീ നിന്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നത് പോലെ നിന്റെ അയലോകത്തുള്ള ചേട്ടനെ വിളിക്കുന്ന ബാലകൃഷ്ണ എന്ന് പറഞ്ഞ ഇതാണ്. ഇത് ഞാൻ ലാലേട്ടൻ ഈ ഒരു റേഞ്ച് പിടിക്കുന്ന ആൾക്കാരാ. ഖുറേഷി, അബ്രാം ഖുറേഷി. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. ബാലകൃഷ്ണ, നന്ദമൂരി ബാലകൃഷ്ണ കേട്ടോ. പക്ഷെ ആ ഫസ്റ്റ് വന്ന ബാലകൃഷ്ണ എന്ന് വിളിക്കുന്നത് പോലെയായിരുന്നു. അത് കണ്ടാ ഞങ്ങളുടെ ഇനി എന്തൊക്കെ പറഞ്ഞാലും കിഴി പോയില്ലേ. കിഴി പോയി. അതിന്റെ അഹങ്കാരമാണല്ലോ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ആ വഴിക്ക് വിട്ടിട്ടുള്ളത്. നിനക്ക് ബാലകൃഷ്ണ അല്ല നന്ദമൂരി ബാലകൃഷ്ണനെ ബാലകൃഷ്ണ എന്നൊക്കെ വിളിക്കാൻ തോന്നും. കാരണം എന്താ, അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്. ഇതേ അവസ്ഥയായിരുന്നു ഇത് തുടങ്ങാൻ നേരത്ത്. അത് ശരിയാണ്. ഇനി നാളെ ചിലപ്പോ എന്റെ പരാജയമായിരിക്കും. സംഭവം ശരിയാണ്. ഇന്റെ തെറ്റാണ്. ഞാൻ അഹങ്കരിച്ച തുടക്കത്തിൽ. ഒരിക്കലും മുൻകൂട്ടി ആഘോഷിക്കാൻ പാടില്ല. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലോട്ടെ എപ്പോഴും. ഇത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ എന്തിനു വളിപ്പാതോ അല്ല സൂപ്പർ അല്ലായിരുന്നു. ഇന്ന് ഞാൻ കത്തി കയറിയ ദിവസമാണേ. നല്ല അടിപൊളിയായിരിക്കും. ഇന്നു വളിപ്പന്നെ. അപ്പൊ ശരി, ബൈ.